ഹായ്, നമുക്കിന്നൊരു പുതിയ ഡിസേർട്ട് പരിചയപ്പെടാം. സിമ്പിളാണ് ഉണ്ടാക്കാൻ, വെറൈറ്റിയാണ് ഉണ്ടാക്കാൻ. ഇത് കുറച്ച് ചവ്വരി ഞാൻ വെള്ളത്തിൽ കൂത്താൻ വെച്ചിരുന്നു. ഇതൊരു 3 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് വട്ടത്തിന് കട്ട് ചെയ്ത് കൊച്ചു ജാറിനകത്തിട്ട് ഇത്തിരി പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്ത്. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത്. നെയ്യ് നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ അരച്ച് വെച്ചിരുന്ന ക്യാരറ്റ് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുത്ത്. നന്നായിട്ട് ഇളക്കി ആ നെയ്യിൽ നന്നായിട്ട് ഇതാവണം. അപ്പോൾ കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനൊരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തോളൂ. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരുമ്പം അതിനകത്ത് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കണം. 1/2 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് അതിനകത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തോട്ട് റവ ഇട്ട് കൊടുത്ത്. വറുത്ത റവയായാലും കുഴപ്പമില്ല, പച്ച റവയായാലും കുഴപ്പമില്ല, അത് നമ്മളിഷ്ടം പോലെ. റവ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. റവ ഇടുമ്പോഴത്തേന്ന് വെച്ചാൽ നമ്മൾ ഈ ഒഴിക്കുന്ന പാൽ ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ല, അപ്പം നന്നായിട്ട് കിട്ടും. റവയിൽ എത്ര വെള്ളം വേണമെങ്കിലും ചേരുമല്ലോ. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി എടുത്ത് മാറ്റി വെച്ച് ഞാൻ. എന്നിട്ട് വേറെ അടുപ്പിലോട്ട് നമ്മൾ ആവിയിലാണിത് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ആവിയിൽ വേവിക്കത്തക്ക ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് വെള്ളമായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഇതേപോലെ കൊച്ചു കൊച്ചു ബൗളാക്കി എടുത്തിട്ട് എന്നിട്ട് അത് ആവിയിൽ വേവിച്ചെടുത്തു. ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു, കാര്യം അതിനകത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഇത് അതേ പാനിനകത്ത് തന്നെ 1.5 കപ്പ് പാലാണിത്. 1.5 കപ്പ് പാല് ഒഴിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടാണ് തിളപ്പിച്ചത്. അതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ചവ്വരി കൂത്താൻ വെച്ചിരുന്നില്ല, ആ ചവ്വരി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ചവ്വരി നന്നായിട്ട് വെന്തതിന് ശേഷം ചവ്വരി നന്നായിട്ട് വേകുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് തെളിഞ്ഞ് വന്ന് നിൽക്കുമല്ലേ. അതിന് ശേഷം ഈ ഉണ്ടാക്കി വെച്ചിരുന്ന ഈ ബൗള് അതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുത്തു. തട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു മണത്തിന് ഞാനൊരു 3-4 ഏലക്കയൊക്കെ പൊടിച്ചിട്ട് അതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് തിളയ്ക്കുന്ന രീതിയിൽ ആക്കിയിട്ട് കൊടുക്കണം. തിളച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ ആവശ്യത്തിന് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കണം. നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ട് വറ്റിയതിന് ശേഷം ഒരുപാടങ്ങ് വറ്റരുത്, എന്നാൽ അധികം വെള്ളം പോലെ ഇരിക്കരുത്. ആ ഒരു പരുവത്തിന് തിളച്ച് വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് നമ്മളിഷ്ടത്തിന് ഏത് പാത്രത്തിനകത്താണെന്ന് വെച്ചാൽ സെർവ് ചെയ്യാം. ഇവിടെ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഒത്തിരി ഫോട്ടോയും വീഡിയോയും എടുത്തോട്ടെടാന്ന് പറഞ്ഞുകൊണ്ടാണ് ടേബിളിൻ്റെ മണ്ടയിൽ എടുത്ത് വെച്ചത്. വെച്ച് ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവന്മാർ കയ്യിലെടുത്തുകൊണ്ട് പോയി തിറ്റിയും കുടിയും തുടങ്ങി അവിടെ. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് ക്ഷമിക്കണം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അവന്മാരെ കഴിച്ചിട്ട് പറഞ്ഞ ഒരു ഗുലാബ് ജാമിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ നടുക്കിരിക്കുന്ന സാധനം ക്യാരറ്റ് ജ്യൂസായിട്ടാ. അന്ന് ഇതിനകത്ത് കിടപ്പുണ്ടായി ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കുന്നത്.